യെസ്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ ഡീറ്റെയിൽസും നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ നമുക്ക് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് സർ. വെൽക്കം ടു ദ ഷോ. Morning, Priya. Morning, viewers. നിഫ്റ്റിയിൽ നമുക്കൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരുന്നത്. 21,906 എന്ന റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിരുന്നത്. ഇന്നിപ്പോൾ 21,923 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. അതിനാൽ തന്നെ ഇനി പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് തുടർന്നുള്ള നിമിഷങ്ങൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So Nifty 50യുടെ കേസിൽ 21,950 ആയിരിക്കും നമ്മൾ ഇൻട്രാഡേ ബേസിസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്റ്റഡി ആയിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് അതിനുശേഷം നാച്ചുറലി 22,150 അതായിരിക്കും റിയലി മേജർ ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഒരു നേരിയ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ വ്യാപാരം ആരംഭിച്ച നിഫ്റ്റി ബാങ്ക് നിലവിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 0.07% വളരെ നേരിയൊരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. 45,875.6 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം നിഫ്റ്റി ബാങ്കിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോൾ നിലവിൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ അബൌട്ട് എ ബുള്ളിഷ് ട്രെൻഡ് ഒരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ 46,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുന്നത് വരെ നമുക്ക് ഈ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഈ ഒരു വോളറ്റിലിറ്റി തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 44,400 പോയിന്റ്. അപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റോക്ക് ചോദിക്കുന്നത് വാസ്കോൺ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നിപ്പോൾ 2% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. 77.40 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ഫെബ്രുവരി 6 ആയിരുന്നു കമ്പനിയുടെ 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിരുന്നത്. 93 രൂപ എന്ന റേഞ്ചിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു മൾട്ടി ബാഗർ ആയിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് വാസ്കോൺ എഞ്ചിനീയേഴ്സ്. വാസ്കോണിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? വാസ്കോൺ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള കാര്യം മറക്കരുത്. ആൻഡ് വാസ്കോണിന്റെ കേസിൽ നമ്മൾ ഇനിയിപ്പോ ഷോർട്ട് ടേം ട്രെൻഡ് ഒരു അല്പം ബെയറിഷ്നെസ് കാണിക്കുന്നുണ്ട്. കാര്യം എന്തെന്നാൽ കഴിഞ്ഞ ഒരു 5-6 സെഷൻസിൽ നമ്മൾ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കണ്ടത്. മുന്നോട്ടേക്ക് നമ്മൾ നോക്കുമ്പോഴേക്ക് 82, 85, 90 ഈ 3 ലെവൽസ് ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് വീണ്ടും ഒരു സ്ട്രോങ് ബുള്ളിഷ് മൂവ് കാണണമെങ്കിൽ 95 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, അതിനോടൊപ്പം ഇപ്പോൾ NMDC ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് ഓഹരി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ പാദഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ട് മികച്ച ഏകദേശം 62% ഒരു വളർച്ച, അറ്റാദയത്തിൽ 62% വളർച്ചയോട് കൂടിയാണ് ഇപ്പോൾ മൂന്നാം പാദഫലങ്ങൾ കമ്പനി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. NMDC ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 സെഷൻസിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിയതിന് ശേഷം തുടർച്ചയായിട്ടുള്ള 2 സെഷൻസിലായിട്ടാണ് ഇപ്പോൾ ഒരു വലിയൊരു നേട്ടം രേഖപ്പെടുത്തുന്നത്. NMDCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? NMDCയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് സ്റ്റോക്കിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 220 രൂപ സപ്പോർട്ടായിട്ട് സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ നമുക്ക് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ഒപ്പം മറ്റൊരു സ്റ്റോക്ക് ഞാൻ ചോദിക്കുന്നത് സൂര്യ റോഷ്നി ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഈ നിലവിൽ 1.5% നേട്ടത്തിൽ 650 രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സ്റ്റോക്കും ഈ വർഷം കഴിഞ്ഞ മാസം തന്നെയാണ് 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 741 രൂപയാണ് ഇതിന്റെ ഒരു 52 ആഴ്ചയിലെ ഉയർന്ന ലെവൽ എന്ന് പറയുന്നത്. സൂര്യ റോഷ്നിയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? റോഷ്നിയുടെ കേസിൽ ഇറ്റ് ഈസ് അഗൈൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഡിസംബർ മാസത്തിൽ 485 രൂപയുടെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ആൻഡ് കഴിഞ്ഞ ഒരു 3-4 സെഷൻസ് ആയിട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്.
സോ നമ്മളൊരു പ്യുവർ ട്രേഡിങ്ങിന് വേണ്ടി പൊസിഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ 580 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. മേജർ റെസിസ്റ്റൻസസ് ആദ്യത്തെ 690, അതിനെ തുടർന്ന് 720, അതിനെ തുടർന്ന് 800 രൂപയിലും ആയിരിക്കും. ഡിക്സൺ ടെക്നോളജീസിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 1.5% നേട്ടത്തിലാണ് ഡിക്സൺ ടെക്നോളജിയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 6437.05 എന്ന നിലവാരത്തിൽ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 12 രേഖപ്പെടുത്തിയ 6765 എന്ന നിലവാരമാണ്. ഡിക്സണുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഡിക്സന്റെ കേസിൽ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുള്ളിഷ് ട്രിഗർ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിന്റെ മുന്നോട്ടേക്ക് നോക്കുമ്പോഴേക്കും മേജർ 2 റെസിസ്റ്റൻസസ് ആദ്യത്തെ 6700, അതിനെ തുടർന്ന് 6900 രൂപയിലും ആയിരിക്കും. മറ്റൊരു സ്റ്റോക്ക്, ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് തന്നെയാണ് ചോദിക്കുന്നത്. എക്സാറോ ടൈൽസ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഇന്നത്തെ ദിവസം 0.73% നേട്ടത്തിൽ 111 രൂപ എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. കമ്പനിയുടെ ഓഹരിയുടെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ ഒരു ഓഹരി രേഖപ്പെടുത്തുന്നില്ല നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വോളിയം പരിശോധിക്കുമ്പോഴും കാര്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് വോളിയവും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ എക്സാറോ ടൈൽസ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ എക്സാറോ ടൈൽസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കമ്പനിയുടെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കാര്യമായിട്ടൊരു ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ലിസ്റ്റിങ്ങിന് ശേഷം സ്റ്റോക്ക് ഒത്തിരി മാസങ്ങൾ ഇതൊരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാഴ്ചവെച്ചത്. അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ തൽക്കാലം ഒരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ഓൺലൈൻ ഗെയിമിംഗ് വിഭാഗത്തു നിന്നുള്ള നസാര ടെക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നസാര ടെക്കിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 15 ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത ഓഹരി 989.4 എന്നൊരു ലെവലിൽ 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ശക്തമായിട്ടൊരു ഇടിവ് തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ നിലവിൽ 0.86% നേട്ടത്തിൽ 852.4 എന്ന നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നസാരെ സംബന്ധിച്ച് പറയുന്ന ഇന്നലെ ഒരു പുതിയതായിട്ട് അവരൊരു നിഞ്ച ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോബലി ഒരു കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആവുന്ന തരത്തിലുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. നസാരയുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? സോ നസാരയുടെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. സ്റ്റോക്കിന് 820 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 890 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു സ്റ്റോക്ക് അപാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇന്നിപ്പോൾ 1.5% നേട്ടം തുടരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അതൊരു ഹൈ ലെവൽ തന്നെയാണ് ഈ ഒരു ഓഹരി ട്രേഡിംഗ് നടത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 52 വീക്ക് 6541 രൂപ എന്ന റേഞ്ചിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിലും നമ്മൾ ലിക്വിഡിറ്റി നോക്കുന്ന സമയത്ത് വളരെ കുറവാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ പ്യുവർ ഒരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസ് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 5790 രൂപയായിരിക്കാം നമ്മുടെ സപ്പോർട്ട്. ആൻഡ് മേജർ റെസിസ്റ്റൻസസ് 6300, അതിനെ തുടർന്ന് 6470 ആൻഡ് അതിനെ തുടർന്ന് 6640 രൂപയോ ആയിരിക്കും. ക്ഷമിക്കണം, എംടാ ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 3% നേട്ടമാണ് എംടാ ടെക്നോളജിന്റെ ഓഹരികൾ കാണാൻ സാധിക്കുന്നത്. 1798.2 എന്നൊരു നിലവാരത്തിൽ 52 ഹൈ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 11 രേഖപ്പെടുത്തിയ 2920.35 എന്നൊരു നിലവാരമാണ്. പിന്നീട് വലിയൊരു ഇടിവ് അല്ലെങ്കിൽ കറക്ഷൻ ഈ ഒരു ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എംടാറുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി എംടാറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇന്നലെ ഈ സ്റ്റോക്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് 1700 രൂപ വരെ സ്റ്റോക്ക് ഇടിഞ്ഞിരുന്നു. സോ നമ്മൾ ഇന്ന് കാണുന്ന റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്.
സോ നമ്മൾ ഈ സ്റ്റോക്കിൽ വളരെ പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യണം ഒരു ബോട്ടം കൺഫർമേഷന് വേണ്ടി. ഇന്നിപ്പോൾ IT ഓഹരികളിലൊക്കെ തന്നെ നമുക്കൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിപ്രോയെ സംബന്ധിച്ച് പറയുമ്പോൾ 1.5% അടുത്ത ഒരു നേട്ടമാണ് വിപ്രോ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. സോ വിപ്രോയിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? HCL ടെക്നോളജി, ടാറ്റ കൺസൾട്ടൻസി മുതലായ സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്ക് പാറ്റേൺ കാണുന്നത് ഇറ്റ് ഇസ് വെരി വെരി ബുള്ളിഷ്. വിപ്രോയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്ക് 530-35 ആ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10% നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ജൂലൈയിലായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 24 ജൂലൈയിലാണ് ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് 1337.95 എന്ന നിലവാരത്തിൽ. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? സർ, തൻല പ്ലാറ്റ്ഫോംസ്. സോ ടാൻല പ്ലാറ്റ്ഫോംസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിക്കവറി ഈസ് ഓൺലി എ ഷോർട്ട് കവറിങ്. സ്റ്റോക്ക് മുന്നേറ്റം നൽകുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 1020 രൂപ, അതിനെ തുടർന്ന് 1075 രൂപ, അതിനെ തുടർന്ന് 1090 രൂപ. 1090 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഇന്നിപ്പോൾ നൈക്കയെ സംബന്ധിച്ച് 1% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 152 രൂപ എന്ന റേഞ്ചിലാണ് നൈക്കയുടെ ഓഹരികൾ മുന്നോട്ട് പോകുന്നത്. നൈക്കയെ സംബന്ധിച്ച് ഇനി നമ്മൾ പ്രധാനമായിട്ടും ഒരു പൊസിഷൻ എടുക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി നൈക്ക നല്ല ഫൈനാൻഷ്യൽസ് കാഴ്ചവെച്ചെങ്കിലും അതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനെ തുടർന്ന് നമുക്ക് ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് പുതിയൊരു ബൈയിങ് അവസരം ലഭിക്കുന്നില്ല. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ലെവൽ 139 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടാതെ ട്രേഡിംഗ് വരും സെഷൻസിൽ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിങ് സ്റ്റോക്കിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സർ, ഇപ്പോൾ LTയിലേക്ക് നോക്കുകയാണെങ്കിൽ LTയിൽ ഇപ്പോൾ 0.38% നേരിയ ഒരു ഇടിവിലാണ് ലാർസൻ ആൻഡ് ടൂബ്രോയുടെ ഓഹരിയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 52 വീക്ക് ഹൈ ജനുവരി 30 ക്രിയേറ്റ് ചെയ്ത 3737.9 എന്ന നിലവാരത്തിലാണ്. ലാർസൻ ആൻഡ് ടൂബ്രോയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ LNTയുടെ കേസിൽ LNT റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസം മുതൽ ഇന്നലെ വരെ നമുക്ക് സ്റ്റോക്കിൽ കനത്തൊരു സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയുണ്ടായി. എനിക്ക് തോന്നുന്നത് LNTയുടെ കേസിൽ അത് ഇറ്റ് ഈസ് ബോട്ടമിങ് ഔട്ട്. സോ നമ്മൾ 3300-3350 ആ ഒരു റേഞ്ച് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 3200 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ അടുത്ത 2 സെഷൻസിൽ സ്റ്റോക്കിന് ട്രേഡിംഗ് തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ടാറ്റ എൽഎക്സിയുടെ ഇന്നത്തെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ 0.79% ഒരു നേട്ടത്തിൽ 7488 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടാറ്റ എൽഎക്സിയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ എൽഎക്സിയുടെ കേസിലും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു സപ്പോർട്ട് ലെവൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ടാറ്റ എൽഎക്സിയിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ടാറ്റ എൽഎക്സിയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് അടുത്ത കാലത്ത് ടാറ്റയുടെ വേറൊരു സോഫ്റ്റ്വെയർ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടു, ടാറ്റ ടെക്നോളജി. ലിസ്റ്റിംഗിന്റെ ദിവസം സ്റ്റോക്ക് 1400 രൂപയുടെ ഹൈ ലെവൽ എത്തിയതിനു ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് ആയിരുന്നു നേരിട്ടത്. അറ്റ് ദ മൊമെന്റ് സ്റ്റോക്ക് 1080, 1150 ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തിയ വരുന്നത്. നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടേമിന് വേണ്ടി ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ ഈ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം.
യെസ് സർ. അതിനോടൊപ്പം തന്നെ അദാനി ഗ്രീൻ എനർജിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദാനി ഗ്രീൻ എനർജിയിൽ ഇപ്പോൾ 4.72% വലിയൊരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 1939.65 എന്നൊരു നിലവാരത്തിൽ 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 7 ക്രിയേറ്റ് ചെയ്ത 1990 എന്ന നിലവാരമാണ്. അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഉള്ള ഓൾമോസ്റ്റ് എല്ലാ അഡാനി സ്റ്റോക്സിലും ഐ ഹാവ് ബീൻ എക്സ്ട്രീംലി ബുള്ളിഷ്. ആൻഡ് അഡാനി ഗ്രീനിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും അഡാനി ഗ്രീൻ എനർജി ഇപ്പൊ അതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് 1960 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇന്നിപ്പോൾ ജ്യോതി ലാബ്സിനെ സംബന്ധിച്ച് ഫ്ലാറ്റ് ആയിട്ട് 482 രൂപ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജ്യോതി ലാബ്സ് 554 രൂപ എന്ന റേഞ്ചിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ 482 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ജ്യോതി ലാബ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് ജ്യോതി ലാബ്സിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ജ്യോതി ലാബ്സ് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഒരു അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. ആൻഡ് സ്റ്റോക്കിൽ ഇന്നലെ ആയിരുന്നു നമുക്ക് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായത്. സോ സ്റ്റോക്കിന്റെ മേജർ ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 500-525 ആ ഒരു റേഞ്ചിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ഒപ്പം തന്നെ ഇന്നിപ്പോൾ UPLനെ സംബന്ധിച്ച് 1.5% അടുത്ത ഒരു നേട്ടം ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. UPIയെ സംബന്ധിച്ച് 452 രൂപ എന്നൊരു 52 വീക്ക് ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നത്. നിലവിൽ 487 രൂപ റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. UPLലുള്ള സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? UPL അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 3 സെഷൻസ് ആയിട്ട് 460 രൂപയ്ക്ക് അടുത്ത് ഈ സ്റ്റോക്കിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ സ്റ്റോക്കിൽ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുമോ എന്ന്. അതിനുശേഷം വി ക്യാൻ ലുക്ക് ഫോർ എ ബൈ പൊസിഷൻ. ഒപ്പം തന്നെ ഇന്നിപ്പോൾ IDBI ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് 86 രൂപ എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 98 രൂപ എന്നുള്ള ഒരു ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് IDBI ബാങ്കിന്റെ ഓഹരികൾക്ക് സാധിച്ചിരുന്നു. 6 ഫെബ്രുവരിയിലായിരുന്നു അതിന്റെ ഒരു 52 വീക്ക് ഹൈയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നത്. IDBI ബാങ്കുമായി സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്യോർ സ്പെക്കുലേഷൻ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ട് ഒരു ബാങ്ക് ഒന്നുമല്ല IDBI ബാങ്ക്. ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ ടേൺ റൗണ്ട് സ്റ്റോറി. സോ IDBI ബാങ്കിന്റെ കേസിൽ ഏറ്റവും വലിയൊരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് LIC. ആൻഡ് കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങളായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ LICയുടെ ഈ സ്റ്റേക്ക് വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു 4-5 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം കാണാൻ ഇടയായി. നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ നമുക്ക് മേജർ സപ്പോർട്ട് ഫോം ചെയ്തിരിക്കുന്നത് 77 രൂപയിലാണ്. സോ ആ ഒരു സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെക്കുലേറ്റീവ് പൊസിഷൻ ഈ ലെവൽസിൽ എടുക്കാൻ സാധിക്കും. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 97 രൂപയിലും ആയിരിക്കും. ഒപ്പം തന്നെ പതിവ് പോലെ താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് താങ്കൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ ഏതെങ്കിലും സ്റ്റോക്സുകൾ ഫോക്കസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? Actually, it is Adani Group stocks, അതുപോലെ തന്നെ Larsen & Toubro, Maruti, Tata Technology, Asian Paints മുതലായ സ്റ്റോക്സിലൊക്കെ എനിക്ക് ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ്.